നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടയ്ക്കൽ. ഇന്ന് സെപ്റ്റംബർ 19 വെള്ളി 2025 വാർത്തകളിലേക്ക്. അച്ചടക്ക നടപടിയുടെ ഭാഗമായ ആഭ്യന്തര വകുപ്പിൽ നിന്ന് 144 പോലീസ് ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടുവെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന രമേശ് ചെന്നിത്തല. 50-ൽ താഴെ ആൾക്കാരെ പിരിച്ചുവിട്ടുള്ളൂ എന്നാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് സൂചിപ്പിക്കുന്നത്. ആയതിനാൽ പിരിച്ചുവിട്ടുവെന്ന് മുഖ്യമന്ത്രി പറയുന്ന 144 പേരുടെയും പട്ടിക പുറത്തുവിടണമെന്ന് ചെന്നിത്തല വെല്ലുവിളിച്ചു. ഇല്ലാത്ത പക്ഷം പറഞ്ഞ ഈ അവകാശവാദം പിൻവലിച്ച് മാപ്പ് പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു. ബോധപൂർവം നുണ പറഞ്ഞ് സഭയെയും ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്തതെന്നും നിയമസഭയിൽ തെറ്റായ വിവരം നൽകിയതിന് മുഖ്യമന്ത്രിക്കെതിരെ സ്പീക്കർക്ക് അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകുമെന്നും ചെന്നിത്തല പറഞ്ഞു. ആയുഷ് മേഖലയിൽ നടപ്പിലാക്കുന്ന നൂതന സംരംഭങ്ങൾക്കുള്ള അംഗീകാരമാണ് ആയുഷ് മേഖലയിൽ നടപ്പാക്കിയ വിവര സാങ്കേതിക വിദ്യാ സേവനങ്ങൾ എന്ന വിഷയത്തിൽ കേരളത്തെ നോഡൽ സംസ്ഥാനമാക്കിയതെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. നീതി ആയോഗ് വിളിച്ചു ചേർത്ത 4ാമത് ചീഫ് സെക്രട്ടറിമാരുടെ സമ്മേളനത്തിലാണ് കേരളത്തെ നോഡൽ സംസ്ഥാനമായി തിരഞ്ഞെടുത്തത്. ദേശീയപാതയിലെ പെട്രോൾ പമ്പുകളിലെ ശൗചാലയം പ്രവൃത്തി സമയങ്ങൾ മാത്രം തുറന്നുകൊടുത്താൽ മതിയെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. 24 മണിക്കൂറിന് ശൗചാലയം അനുവദിക്കണമെന്ന സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് തിരുത്തി. ശൗചാലയം ഉപയോക്താവില്ലാത്തവർക്ക് ഉപയോഗിക്കുന്നവർക്കെതിരെ പെട്രോൾ പമ്പ് ഉടമകൾ ശക്തമായ നിലപാട് എടുത്തിരുന്നു. എന്നാൽ പമ്പുകളിലെ ശൗചാലയം പൊതുജനങ്ങൾക്കും സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ അനുവദിക്കണമെന്ന ഉത്തരവായിരുന്നു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പുറപ്പെടുവിച്ചത്. അതേസമയം പമ്പുകളുടെ പ്രവൃത്തി സമയത്തനുസരിച്ച് മാത്രം ശൗചാലയം അനുവദിച്ചാൽ മതിയെന്നാണ് ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയത്. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും മുൻ മുഖ്യമന്ത്രിയുമായ AK ആന്റണിക്കെതിരെ SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് K ഗോപിനാഥൻ ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തിന് ഉത്തരവിട്ടത് AK ആന്റണിയാണെന്നും ചെയ്യേണ്ടത് ചെയ്തെങ്കിൽ ഖേദം പ്രകടിപ്പിക്കേണ്ടി വരില്ലായിരുന്നുവെന്നും ഗോപിനാഥൻ പറഞ്ഞു. ഗോപിനാഥന്റെ പരാമർശത്തിൽ വിവാദത്തിന് താനില്ലെന്ന് AK ആന്റണി വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് വീണ്ടും വിമർശനമായി ഗോപിനാഥൻ രംഗത്തെത്തിയത്. നടി റിനി ആൻ ജോർജ് നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ കേസെടുത്ത് സൈബർ പോലീസ്. ആലുവ സൈബർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. രാഹുൽ ഈശ്വർ, ഷാജൻ സ്കറിയ, വിവിധ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ, ഓൺലൈൻ യൂട്യൂബ് ചാനൽ എന്നിവർക്കെതിരെയാണ് റിനിയുടെ പരാതി. മുഖ്യമന്ത്രിക്കും DGPക്കും നൽകിയ പരാതിയാണ് ആലുവ സൈബർ പോലീസിന് കൈമാറിയത്. പത്തനംതിട്ടയിലെ പോക്സോ കേസ് അട്ടിമറിയിൽ തിരുവല്ല DYSP നന്ദകുമാർ, ആറന്മുള CI പ്രവീൺ എന്നിവർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്ത് ആഭ്യന്തര വകുപ്പ്. SP ചൈത്ര തെരേസ ജോണിന്റെ അന്വേഷണത്തിന് ഒടുവിൽ നടപടിയെടുക്കാനാണ് നിർദ്ദേശം. പോലീസിന്റെയും സർക്കാരിന്റെയും അന്തസ്സ് കളങ്കപ്പെടുത്തുന്ന രീതിയിൽ കേസ് അട്ടിമറിച്ചു എന്നാണ് കണ്ടെത്തൽ. സാമൂഹ്യ മാധ്യമങ്ങളിൽ ചില മാധ്യമങ്ങളിൽ തനിക്കെതിരെ നടക്കുന്ന പ്രചരണങ്ങൾക്കെതിരെ പോലീസിനും വനിതാ കമ്മീഷനും പരാതി നൽകുമെന്ന് CPM നേതാവും അധ്യാപകനുമായ KJ ഷൈൻ ടീച്ചർ മുഖ്യമന്ത്രിക്കും DGPക്കും സംസ്ഥാന വനിതാ കമ്മീഷനും തെളിവുകൾ സഹിതം പരാതി നൽകുമെന്നും സ്വന്തം നഗ്നത മറച്ചു പിടിക്കാൻ മറ്റുള്ള ഉടുതുണി പറിച്ചെടുക്കുന്ന രാഷ്ട്രീയ പാപ്പരത്വം അവസാനിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവർ തയ്യാറാണെന്നും KJ ഷൈൻ പറഞ്ഞു. തനിക്കെതിരുണ്ടായ സൈബർ ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്ന് KN ഉണ്ണികൃഷ്ണൻ MLA. തന്റെ രാഷ്ട്രീയ ജീവിതം കളങ്കപ്പെടുത്താനുള്ള ശ്രമമാണ് ഇതിന് പിന്നിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വ്യാജ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിയമപരമായും രാഷ്ട്രീയപരമായും നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. CPM വനിതാ നേതാവ് KJ ഷൈനെതിരായ സൈബർ ആരോപണവുമെല്ലാം CPM അധികാര രാഷ്ട്രീയത്തിന് പിന്നാലെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് എറണാകുളം DC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ്. അതിന്റെ ഉത്തരവാദിത്തം കോൺഗ്രസിന്റെ തലയിൽ കെട്ടുവെച്ചിട്ട് കാര്യമില്ലെന്നും മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. നിലനിൽപ്പിനു വേണ്ടി മാത്രമല്ല നവീകരണത്തിനും പ്രതിരോധത്തിനും വളർച്ചയ്ക്കും കേരളം എപ്പോഴും സമുദ്രങ്ങളെയാണ് ഉറ്റുനോക്കിയിട്ടുള്ളതെന്ന് കേരള യൂറോപ്യൻ യൂണിയൻ കോൺക്ലേവിന് മുന്നോടിയായുള്ള സംയുക്ത പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. നീല സമ്പദ് വ്യവസ്ഥ വഴി ഇന്ത്യ യൂറോപ്പ് സഹകരണത്തിന് കേരളം പാലമായി മാറുമെന്ന് പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. സാഹിത്യകാരി അരുന്ധതി റോയുടെ പുതിയ പുസ്തകത്തിന്റെ കവർ ചിത്രത്തിനെത്തിയ ഹർജിയിൽ കേരള ഹൈക്കോടതി കേന്ദ്ര സർക്കാരിനോട് വിശദീകരണം തേടി. മദർ മേരി കംസ് ടു മീ എന്ന പുസ്തകത്തിന്റെ കവർ ചിത്രമായി പുകവലിക്കുന്ന ചിത്രം നിയമപരമായ മുന്നറിയിപ്പ് നൽകാതെ പ്രസിദ്ധീകരിച്ചു എന്നാണ് പരാതി. പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവുമായി ബന്ധപ്പെട്ട് നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് നൽകാതെയാണ് ചിത്രം പ്രസിദ്ധീകരിച്ചത്. എന്നാൽ പുസ്തകം വിൽക്കുന്നത് തടയണമെന്ന് അഭിഭാഷകനായ ഹർജിക്കാരൻ രാജസിംഹൻ ആവശ്യപ്പെട്ടു. MLA KT ജലീലിനെതിരെ ആഞ്ഞടിച്ച് PV അൻവർ. മുസ്ലിം മലപ്പുറം വിരുദ്ധ പരാമർശം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശന്റെ പിന്തുണക്കാർ ഒരു ഇടതുപക്ഷ നേതാവും വന്നിട്ടില്ലെന്നും പക്ഷേ KT ജലീൽ വന്നുവെന്നും അൻവർ പറഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നല്ലോ KT ജലീലെന്നും എന്നിട്ടും അദ്ദേഹം മലപ്പുറത്തിന് വേണ്ടി എന്ത് ചുക്കാണ് ചെയ്തതെന്നും PV അൻവർ വാർത്താ സമ്മേളനത്തിൽ ചോദിച്ചു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് നിയമസഭയിലേക്കും സെക്രട്ടറിയിലേക്കും KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. 17 പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായില്ല. സമരക്കാർ സെക്രട്ടറിയിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ച പോലീസ് ലാത്തിവീശി. സംസ്ഥാന പ്രസിഡന്റ് അരുഷ് സേവർ അടക്കം 12 പേരെ അറസ്റ്റ് ചെയ്തു. KSUക്കാരെ മുഖംമൂടി ധരിപ്പിച്ചതിനും പോലീസ് 3ാം മുറയ്ക്ക് എതിരായിരുന്നു നിയമസഭാ മാർച്ച്. കൊടുവള്ളി MLA MK മുരുകന്റെ ആരോഗ്യനിലയിൽ പുരോഗതി. ഇന്നലെ പുറത്തുവന്ന മെഡിക്കൽ ബുള്ളറ്റിനാണ് ആരോഗ്യനില പുരോഗതി വ്യക്തമാക്കുന്നത്. നിലവിൽ വെന്റിലേറ്റർ സഹായമില്ലാതെയാണ് തുടരുന്നത്. മരുന്നിനോട് നല്ല രീതിയിൽ പ്രതികരിക്കുന്നുണ്ടെന്നും മെഡിക്കൽ ബുള്ളറ്റിൻ വ്യക്തമാക്കി.
തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂപ്രണ്ടായി തുടരാൻ താൽപ്പര്യമെന്ന് അറിയിച്ച് ഡോക്ടർ സുനിൽകുമാർ സൂപ്രണ്ട് സ്ഥാനത്ത് തന്നെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ട് ഡോക്ടർ സുനിൽകുമാർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് കത്ത് നൽകി. സൂപ്രണ്ടായതോടെ ജോലിയിൽ ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന് അറിയിച്ചാണ് കത്ത്. കണ്ണൂർ സെൻട്രലിലേക്ക് നിരോധിത ലഹരി വസ്തുക്കൾ എറിഞ്ഞു കൊടുക്കുന്ന സംഘത്തിലെ മൂന്നാമനും അറസ്റ്റിൽ. പനങ്കാവ് സ്വദേശി കെ റിജിലാണ് പിടിയിലായത്. ഈ കേസിൽ അത്താഴക്കുന്ന് സ്വദേശി മജീഫ്, പനങ്കാവ് സ്വദേശി അക്ഷയ് എന്നിവർ നേരത്തെ പിടിയിലായിരുന്നു. പെരിന്തൽമണ്ണ മണ്ണാർമലയിൽ നാട്ടുകാരെ ഭീതിയിലാക്കുന്ന പുലിയെ മയക്കുപിടി വയ്ക്കാൻ വനംവകുപ്പ് ഉത്തരവിട്ടു. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരത്തിന്റെ സബ്മിഷനുള്ള മറുപടിയായി വനമന്ത്രി AK ശശീന്ദ്രനാണ് നിയമസഭയിൽ ഇക്കാര്യം അറിയിച്ചത്. പാലക്കാട് മാങ്കുറിശ്ശിയിൽ വയോധികരെ വീടിനുള്ളിൽ മരിച്ചതിൽ കണ്ടെത്തിയ സംഭവത്തിൽ വഴിതിരിവ്. പങ്കജയെ കൊലപ്പെടുത്തിയ രാജൻ ആത്മഹത്യ ചെയ്താണെന്ന് വ്യക്തമാക്കി പോലീസ്. പങ്കജയെ രാജൻ തലയണ വെച്ച് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു. ശേഷം രാജൻ തൂങ്ങി മരിച്ചു. കൊലപ്പെടുത്തിയത് പങ്കജയുടെ സമ്മതത്തോടെയാണെന്നും അസുഖങ്ങളുള്ള മനോവിഷമാണ് കാരണമെന്നും പോലീസ് പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ നിർണായക നീക്കവുമായി പോലീസ്. അന്വേഷണ സംഘത്തിൽ IPS ഉദ്യോഗസ്ഥരെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. ഗർഭഛിദ്രം നടത്തിയെന്ന് പറയപ്പെടുന്ന യുവതിയുമായി ഇവർ സംസാരിച്ചുവെന്ന വിവരവുമുണ്ട്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിച്ചെങ്കിലും നേരിട്ടുള്ള പരാതി ലഭിച്ചിരുന്നില്ല. മൂന്നാം കക്ഷിയുടെ മൊഴിയുടെ സഹായത്തോടെയാണ് അന്വേഷണം തുടരുന്നത്. കോഴിക്കോട് ലഹരി മരുന്ന് ഉപയോഗത്തിനിടെ മരിച്ച യുവാവിന്റെ മൃതദേഹം സുഹൃത്തുക്കൾ ചതുപ്പിൽ ചവിട്ടിത്താഴ്ത്തിയ കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ രണ്ടാം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. അന്ന് നടന്ന സംഭവങ്ങൾ വിശദമായി രഞ്ജിത്തിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. അസ്ഥികൾ ഒഴുക്കിയെന്ന് പ്രതികൾ പറയുന്ന വരയ്ക്കൽ ബീച്ചിലും വെളിവെടുപ്പ് നടന്നു. മറ്റ് 2 പ്രതികളെയും 2 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ചിട്ടുണ്ട്. 5ാമത് ലോക തേക്ക് കോൺഫറൻസിന്റെ ഭാഗമായി കേരളത്തിലെത്തിയ അന്താരാഷ്ട്ര പ്രതിനിധി സംഘം നിലമ്പൂർ സന്ദർശിക്കുന്നു. 40ഓളം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളാണ് തേക്ക് കോൺഫറൻസിൽ പങ്കെടുക്കാനായി കൊച്ചിയിൽ എത്തിയിട്ടുള്ളത്. തിരുവനന്തപുരം പേരൂർക്കട SAP ക്യാമ്പിലെ പോലീസ് ട്രെയിനി ആനന്ദിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയുള്ള സഹോദരൻ അരവിന്ദൻ പേരൂർക്കട SHOയ്ക്കും SAP കമാൻഡറിനും കുടുംബം പരാതി നൽകി. ഇന്നലെ രാവിലെയാണ് ആനന്ദിനെ ബാരക്കിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കണ്ണൂർ മട്ടന്നൂർ കോളാരിയിൽ മണ്ണിടിഞ്ഞ് വീണ അപകടത്തിൽ ഒരാൾ കൂടി മരിച്ചു. കീഴ്പള്ളി സ്വദേശി മനീഷാണ് മരിച്ചത്. കുടിവെള്ള വിതരണ പൈപ്പ് ഇടുന്നതിനിടെയാണ് തൊഴിലാളികളായ കീഴ്പള്ളി സ്വദേശി മനീഷ്, ചെറുപുഴ സ്വദേശി തങ്കച്ചൻ എന്നിവർക്ക് പരിക്കേറ്റത്. അപകടത്തിൽ മനീഷിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. മണ്ണിനെടുക്കുന്നതിനിടെ ചെങ്കൽ ഭിത്തി ഇടിഞ്ഞു വീണൽ തുടർന്നാണ് അപകടം നടന്നത്. ചാമ്പ്യൻസ് ബോട്ട് ലീഗ് സീസൺ 5 സംസ്ഥാന ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കൈനക്കരി പമ്പയാറ്റിൽ വിനോദസഞ്ചാര പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും. IPL ക്രിക്കറ്റ് മാതൃകയുള്ള ചുണ്ടൻ വള്ളങ്ങൾ ലീഗ് മത്സരമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് അഥവാ CBL. 3 മാസം നീളുന്ന 14 മത്സരമുള്ള CBL ഡിസംബർ 6 കൊല്ലത്തെ പ്രസിഡന്റ്സ് ട്രോഫിയോടെ സമാപിക്കും. ചാമ്പ്യൻ ട്രോഫി ലീഗ് പ്രമാണിച്ച് കുട്ടനാട് താലൂക്കിലെ കൈനക്കരി ഗ്രാമപഞ്ചായത്തിൽ ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടർ. തമിഴ്നാടിന്റെ അവകാശങ്ങളും ഭാഷയും സ്വത്തും സംരക്ഷിക്കുമെന്നും തമിഴ്നാട് ഒരിക്കലും തലകുനിക്കാൻ അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. തമിഴ് ഹാസ്യനടൻ റോബോ ശങ്കർ അന്തരിച്ചു. 46 വയസ്സായിരുന്നു. ഷൂട്ടിംഗ് സെറ്റിൽ കുഴഞ്ഞു വീണ് ഒരാഴ്ചയായി ചെന്നൈയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്നലെ രാത്രി 8:30 ആയിരുന്നു ആശുപത്രി പ്രവേശിച്ചതിന് ശേഷം കരളും വൃക്കയും തകരാറായി റിപ്പോർട്ടുകൾ പറയുന്നു. ധർമ്മസ്ഥലയിൽ വീണ്ടും തലയോട്ടി കിട്ടിയതായി റിപ്പോർട്ടുകൾ. ബംഗലഗുഡെ വനത്തിൽ നിന്നാണ് ലഭിച്ചത്. 2 തലയോട്ടികളാണ്. തലയോട്ടിയൊപ്പം അസ്ഥികൂടവും ലഭിച്ചിട്ടുണ്ട്. സമീപത്തു നിന്ന് 7 വർഷങ്ങൾക്ക് മുമ്പ് കാണാതെ ഒരാളുടെ തിരച്ചിൽ കാർഡും തിരച്ചിലിൽ കിട്ടി. ഇതോടെ 2 ദിവസത്തെ തിരച്ചിൽ കിട്ടിയ തലയോട്ടികളുടെ എണ്ണം 7 അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ വൻ തട്ടിപ്പ് നടത്തിയെന്ന അമേരിക്കൻ ഷോർട്ട് സെല്ലർ കമ്പനിയായ ഹിൻഡർബർഗിന്റെ റിപ്പോർട്ട് തള്ളി അദാനിക്ക് ക്ലീൻ ചിറ്റ് നൽകി സെബി. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.